ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ സൈഡിൽ കുറച്ച് യു ജി കേബിളിൻ്റെ വർക്കിന് വേണ്ടി വന്നിട്ട് കേട്ടോ. ഇവിടുത്തെ ലൈൻ അടിച്ചതും ഇലക്ട്രിക്കിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ പുറത്ത് ഏരിയയിൽ കുറച്ച് ഇത് വരുന്നുണ്ട്. എന്താ വെച്ചാൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള യു ജി കേബിളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാറുണ്ട് കുറച്ച്. ഇപ്പോൾ അവിടുത്തെ പൈപ്പ് ഇട്ട് നമ്മൾ യു ജി കേബിൾ അവിടെ നിന്ന് ഇട്ട് വന്നിട്ട് ഈ എൻ്റെക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ബാക്ക് സൈഡ് കാണിച്ചു തരാം. അപ്പോൾ ആ കാണുന്ന ഭാഗത്ത് നമ്മൾ കംപ്ലീറ്റ് ഒരു ഇഞ്ച് പൈപ്പ് കൂടിയാണ് യു ജി കേബിൾ, ഒരു 2.5 യു ജി കേബിൾ ഉണ്ട് അവിടെ ഇറങ്ങാണ്ടോ. അതിൽ കൂടി കൊടുത്തിട്ട് നേരെ ഫ്രണ്ട് കവർ ചെയ്തിട്ട് അങ്ങോട്ട് ലൂപ്പ് ചെയ്തിട്ട് അവിടെ ഒരു സിൻഡെക്സ് ബോക്സ് വെക്കുന്നുണ്ട്. ആ സിൻഡെക്സ് ബോക്സിൽ നിന്ന് കവർ ചെയ്തിട്ട് ഒരു 4 സ്ക്വയറിൻ്റെ, അതായത് 4 ലെയർ വരുന്ന യു ജി കേബിൾ നമ്മളിവിടെ എത്തിക്കും കേട്ടോ. ഇവിടെയാണ് നമ്മൾ സിൻഡെക്സ് ബോക്സ് വെച്ചിട്ട് ഇവിടെ കണക്ട് ചെയ്യുക. ഇവിടുന്ന് ഒരു യു ജി കേബിൾ ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ ഈ ബാക്ക് സൈഡ് കൂടി ലൈറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് പോലത്തെ ലൈറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് കവർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ആ യു ജി കേബിൾ ഉണ്ടോ അവിടെ കൊടുത്തിട്ട് കണ്ടോ. അപ്പോൾ അത് നമ്മൾ അതിൽ കൂടി കൊടുത്തിട്ട് അതിലും കവർ ചെയ്ത് പോകും. ഇത് മൊത്തം ഇൻ്റർലോക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ മൊത്തം ഇൻ്റർലോക്ക് ഇട്ടിട്ട് കഴിഞ്ഞ് കവർ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളിത് ആ 1 ഇഞ്ച് പൈപ്പ് കൂടിയാണ് ഇട്ടിരിക്കുന്നത്. പലരും പല അഭിപ്രായങ്ങളുണ്ടാവും. പൈപ്പ് ഇടാതെയും ചെയ്യാം, പൈപ്പ് ഇട്ടിട്ടും ചെയ്യാം. അപ്പോൾ ഒന്നുകൂടി സേഫായിട്ട് നമുക്ക് പൈപ്പ് ഇട്ട് ചെയ്യായിരിക്കും ഒന്നുകൂടി നല്ലത്. ഇതേപോലെ കറക്റ്റായിട്ട് നമുക്ക് കാലകാലം അതിൻ്റെ ഉള്ളിൽ കടന്നോളും. യു ജി കേബിളിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരില്ല. എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പൈപ്പ് ഇട്ട് ചെയ്യാമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക്കലിൻ്റെ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. ഇത് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. നമുക്ക് അതിൻ്റെ വീഡിയോസ് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ് കേട്ടോ.